എല്ലാവർക്കും പ്രെപ്പ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NMIMS ഓർഗനൈസ് ചെയ്യുന്ന NPAT അഥവാ നാഷണൽ ടെസ്റ്റ് ഫോർ പ്രോഗ്രാംസ് ആഫ്റ്റർ 12th എന്ന എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ച വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ്സും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും ഏത് സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും തുടങ്ങിയ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ എക്സാം അപ്ലൈ ചെയ്യാനായി താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി ഈ എക്സാമിൻ്റെ പ്രധാനപ്പെട്ട തീയതികൾ നമുക്കൊന്ന് നോക്കാം. NMIMS NPAT 2025 ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചത് 20th February 2025, അതായത് തേഴ്സ്ഡേയിലായിരുന്നു. അത് ക്ലോസ് ചെയ്യുന്നത് 26th May 2025 മൺഡേ ആയിരിക്കും. ലഭിച്ചിട്ടുള്ള സെൻറ്ററുകളിൽ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് നടക്കുന്നത് 1st March 2025 സാറ്റർഡേയിലായിരിക്കും. അത് അവസാനിക്കുന്നത് 31st May 2025 സാറ്റർഡേ ആയിരിക്കും. ഈ ഒരു ഗ്യാപ്പിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുക. കൊമേഴ്സ്, എക്കണോമിക്സ്, ബ്രാൻഡിംഗ്, ലിബറൽ ആർട്സ്, ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് തുടങ്ങിയവയ്ക്കായി നടത്തുന്ന ഈ NPAT എക്സാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ലോജിക്കൽ റീസണിങ്, വെർബൽ റീസണിങ് എന്നിവയായിരിക്കും കാണാൻ സാധിക്കുക. ഈ പറഞ്ഞ 3 ടോപ്പിക്കിൽ നിന്നും 40 ചോദ്യങ്ങൾ വീതം ആകെ 120 ചോദ്യങ്ങളാവും ഉണ്ടാവുക. 100 മിനിറ്റിലേക്ക് നടത്തപ്പെടുന്ന ഈ പരീക്ഷയിൽ ആകെ മാർക്കെന്ന് പറയുന്നതും 120 ആയിരിക്കും. ഇനി നമുക്ക് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പേജിലേക്കാണ് പോകേണ്ടത്. അവിടെ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന സെഷനിൽ കാൻഡിഡേറ്റിൻ്റെ നെയിമും ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും നൽകി ലഭിക്കുന്ന OTP അവിടെ നൽകിയ ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ്, പ്രോഗ്രാം, സിറ്റി, നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ എന്നിവയെല്ലാം നിങ്ങൾക്ക് കറക്റ്റായി സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു 5 സ്റ്റെപ്സിലൂടെ എങ്ങനെ കൃത്യമായി നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണമെന്നാണ്. അതിനായി നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് നമുക്ക് മെയിൽ വഴിയോ SMS വഴിയോ ലഭിച്ചിട്ടുണ്ടാകും. അതുപയോഗിച്ച് ലോഗിൻ ചെയ്യുക, കൃത്യമായി നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്ത ശേഷം ഫീ പേ ചെയ്യുക. ഇതാണ് ആ 5 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്കായി NMIMSൻ്റെ ലോഗിൻ പേജ് തുറന്നു വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഇമെയിൽ ID-യും പാസ്വേഡും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. പുതുതായി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് നെയിം കൊടുക്കണം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ OTP വെരിഫിക്കേഷൻ, അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, സിറ്റി സെലക്ട് ചെയ്യുക, പ്രോഗ്രാം, കോഴ്സ് എല്ലാം സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഓൾ ആപ്ലിക്കേഷൻ ഫോംസ് എന്ന് പറയുന്നൊരു പേജാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായ NMIMSൻ്റെ NPAT എക്സാമിനേഷന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിരവധി കോഴ്സുകൾ ഇവിടെ ലഭ്യമാണെങ്കിൽ നമുക്ക് വേണ്ട എക്സാം എന്ന് പറയുന്നത് NMIMSൻ്റെ NPAT എന്ന എക്സാമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കൃത്യമായി അപ്ലൈ കൊടുക്കുക. NPATൻ്റെ അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം തുടർന്ന് വരുന്ന പേജിൽ നമുക്കുള്ളത് എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിനായി ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ വായിക്കുക. ശേഷം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ടിക്ക് ചെയ്ത ശേഷം തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുക. ആദ്യമേ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ നൽകേണ്ടി വരിക. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ഏത് ID പ്രൂഫാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി നോട്ട് ചെയ്യുക. എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴത്തെ കോളത്തിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ശേഷം നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ, ഒരു ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പറോട് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ശേഷം നിങ്ങളുടെ പ്രൈമറി ഇമെയിൽ, ഇതിലേക്കായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ എക്സാം സംബന്ധമായ വിവരങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ ഇമെയിൽ നിങ്ങൾ തെറ്റിക്കാതെ തന്നെ കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ പേര്, ജെൻഡർ, ബ്ലഡ് ഗ്രൂപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത്, July 1st 2025 നിങ്ങൾക്ക് എത്ര വയസ്സാകുമെന്നുള്ളത് അവിടെ കൃത്യമായി നോട്ട് ചെയ്യണം. നാഷണാലിറ്റി നമുക്ക് ഇന്ത്യയാണ് കൊടുക്കേണ്ടത്. പിന്നെ റീജിയൻ നമുക്ക് കൊടുക്കേണ്ടത് സൗത്താണ്. നമ്മൾ സൗത്ത് റീജിയൻ കൊടുക്കുക. ബാക്കി മാരിറ്റൽ സ്റ്റാറ്റസ്, കാറ്റഗറി, അതെല്ലാം നിങ്ങൾ കൃത്യമായി തന്നെ അവിടെ ഡാറ്റ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതാണ്. തെറ്റിക്കാതെ തന്നെ ഇൻഫർമേഷനൊക്കെ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കറസ്പോണ്ടൻസ് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. കറസ്പോണ്ടൻസ് കൺട്രി, കറസ്പോണ്ടൻസ് സിറ്റി, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് ആണെങ്കിൽ അതവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിനായി ഫാദറിൻ്റെ ഡീറ്റെയിൽസ്, മദറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക.
അപ്പോൾ ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അതിനായി നിങ്ങൾ ഏത് ബോർഡാണ് എഴുതുന്നുള്ളത് കൃത്യമായി കൊടുക്കുക. ശേഷം ഏത് എക്സാമിനേഷൻ സ്റ്റേറ്റ് ആണെന്നുള്ളത് കൊടുക്കുക. സ്കൂളിൻ്റെ നെയിം കൊടുക്കുക. ഇത് നമുക്ക് 10th മാർക്കിൻ്റെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ 10th എൻറോൾമെൻറ്റ് നമ്പർ, പാസിംഗ് മന്ത്, പാസിംഗ് ഇയർ, പെർസെൻറ്റേജ്, ഒബ്റ്റൈൻ മാർക്സ്, ടോട്ടൽ മാർക്സ്, നിങ്ങളുടെ പെർസെൻറ്റേജ് എന്നിവയെല്ലാം കൃത്യമായി തന്നെ സബ്മിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 12th ഡീറ്റെയിൽസും കൊടുക്കുക. പക്ഷേ നിങ്ങളവിടെ പാസ്ഡ് എന്നുള്ളത് കൊടുക്കരുത്, അപ്പിയറിംഗ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഇനി അതിനുശേഷം നമ്മുടെ NMIMS ഡീറ്റെയിൽസ്, അവിടെ ഒരു ചോദ്യം നമുക്ക് കാണാം, ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ അബൌട്ട് NPAT. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നത്. അത് ഞാനൊന്ന് വായിക്കാം. I am fully aware of the eligibility criteria, and if I fail to meet the eligibility criteria, my admission will be cancelled and the fee paid will be refunded as per refund rules even if the course has commenced. I agree to submit the marked sheet within a week from the result declaration. എലിജിബിലിറ്റി ക്രൈറ്റീരിയ വായിച്ച ശേഷം നിങ്ങൾ ആ തൊട്ട് താഴെയുള്ള ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രോഗ്രാം പ്രിഫറൻസ് എന്ന സെഷനിലേക്കാണ് പോകേണ്ടത്. അവിടെ നമ്മൾ കാണുന്നത് എലിജിബിൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു സെഷനാണ്. അവിടെ നമുക്ക് വിവിധ തരം പ്രോഗ്രാംസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നന്നായി കൃത്യമായി വായിച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് ചൂസ് യുവർ സ്കൂൾ എന്ന സെഷൻ കാണാം. അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് സ്കൂൾ ഓഫ് കൊമേഴ്സ്, സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഈ 2 സ്കൂൾസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കൃത്യമായി ഒന്നുകൂടി വായിച്ചു നോക്കിയ ശേഷം ഐ എഗ്രി എന്ന് പറഞ്ഞ ആ ബോക്സ് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇനി എത്തി നിൽക്കുന്നത് ഫീ പേയ്മെൻറ്റ് എന്ന അവസാന സ്റ്റെപ്പിലാണ്. ഈ സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കും, വന്നിരിക്കുന്ന പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫീ പേ ചെയ്യേണ്ടത് കാണാൻ സാധിക്കുന്നത് 3000 രൂപയാണ്. അതായത് 3000 rupees നമുക്ക് ഈ എക്സാം എഴുതാനായിട്ട് പേ ചെയ്യേണ്ടതുണ്ട്. അതുകൂടി നിങ്ങൾ അടച്ചു കഴിയുന്നതോടെ നിങ്ങൾ ഈ എക്സാം എഴുതാനായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ NPAT എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഈ അവസരം പാഴാക്കാതിരിക്കുക. എത്രയും വേഗം നിങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊള്ളൂ.